കുറെ അധികം ആളുകൾ വിളിക്കുന്നു. അതിലൊരു പെൺകുട്ടി നമ്മളോടൊപ്പം സംസാരിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ സമയം അധികം എടുത്ത് നമ്മൾ ആ കുട്ടിയിലേക്ക് കൂടി ഒന്ന് പോകാൻ ശ്രമിക്കുകയാണ്. കുട്ടി എന്താണ് പറയാനുള്ളത്? അവിടെ ജോലി ചെയ്തിരുന്ന കാലം ഏതാണ്? എന്താണ് അവിടെ നിന്ന് നേരിടേണ്ടി വന്നത്? ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നത് 2022 ഒരു ഒക്ടോബറിലായിരുന്നു. ഒരു മാസം അവിടെ കഷ്ടിച്ച് വർക്ക് ചെയ്തിട്ടുള്ളൂ. കാരണം നമ്മൾ തുടക്കത്തിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മൾ ഭയങ്കര സ്നേഹവും കാര്യങ്ങളും, ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ച പാത്രം കഴുകി വെക്കുക, വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സ് വരെ അവർ കഴുകിത്തരാൻ തയ്യാറാണ്. ആ രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് നമ്മളെ അവർ ഇതാക്കുക. പിന്നെ പെയ്യെ നമ്മളെ കാണിക്കത്തുള്ളൂ. ഈ ഫസ്റ്റ് നടക്കുന്ന ഈ ഒരു രാവിലെ ആയിരിക്കും ഇതൊക്കെ നടക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെന്നവരെ ഇവർ ഒരു വീടായിരുന്നത്, 2 നിലയുള്ളൊരു വീടായിരുന്നു. അപ്പോൾ താഴെ ഓഫീസ് പോലെ മുകളിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലവുമായിരുന്നു. നമ്മളെ ഈ ഓഫീസിലോട്ട് വിളിച്ചിരുത്തും. എന്നിട്ട് ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ആ ഒരു സൈഡ് നടക്കുന്ന സമയത്ത് നമ്മളോട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിലെങ്ങനെയാണ് അച്ഛൻ അമ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇതൊക്കെ അവർ മനസ്സിലാക്കി വെച്ചിട്ട് നമ്മൾ പിന്നീട് അവിടെ നിന്ന് എപ്പോഴെങ്കിലും നമുക്ക് മനസ്സുമാറി തിരിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ എന്തെങ്കിലും നമ്മളോട് ഷെയർ ചെയ്യും. അത് തന്നെ പറഞ്ഞു തരും, നമ്മളെ മെന്റലി ടോർച്ചർ ചെയ്യും. അങ്ങനത്തെ രീതിയായിരുന്നു അവിടെ. ഈ പണിഷ്മെന്റിന്റെ കാര്യം ഇവിടെ നിന്ന് യൂസഫൊക്കെ പറയായിരുന്നു. നിങ്ങളെ ഉപദ്രവിക്കായിരുന്നോ? തല്ലുമായിരുന്നോ? അങ്ങനെ ഫിസിക്കലി ഒന്നും ഉപദ്രവിച്ചിട്ടില്ല. പക്ഷെങ്കിൽ മെന്റൽ ടോർച്ചർ നല്ലതുപോലെ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, ഞാനായിരുന്നാലും ശരി തന്നെ, അവർ നമ്മൾ അത്രയും സ്നേഹത്തിൽ നമ്മുടെ വീട്ടിലെ ഓരോ വിഷമങ്ങളായിരുന്നു, ബുദ്ധിമുട്ടുകൾ നമ്മൾ പറയുന്ന സമയത്ത് അത് വെച്ചിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ അതുപോലെ രക്ഷപ്പെട്ടു പോകാൻ കഴിഞ്ഞു അല്ലേ? എനിക്ക് സാലറി തന്നിട്ടില്ലായിരുന്നു. ഞാൻ സാലറിയുടെ കാര്യം ചോദിച്ചപ്പം ഇതുപോലെ പീരീഡ്സിന്റെ സമയത്ത് എനിക്ക് തീരെ വയ്യായിരുന്നു. അപ്പം ഞാൻ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ജസ്റ്റ് 250 രൂപയാണ് എനിക്ക് അന്ന് കിട്ടിയത്. അന്ന് വൈകിട്ട് ഹുബൈയിൽ അവിടെ വന്ന് ഭയങ്കര കളിയാക്കലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പം പിറ്റേന്ന് പുള്ളി വീണ്ടും തിരിച്ചു വന്നിട്ട് മാനസികമായിട്ട് സംസാരിച്ച് അങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയാണ് കാര്യങ്ങൾ, അത് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രീതികൾ, നീ വീണ്ടും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയും. പക്ഷെ പിറ്റേന്ന് നമ്മളെന്താ ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ വീണ്ടും വർക്കിനു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ തീരെ എനിക്ക് വയ്യാതെ വന്നത് ഒരു സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ്, അപ്പോഴേക്കും ഒരു മാസം ആവാറായി. അന്നേരമാണ് എന്നോട് ഇതുപോലെ പണിഷ്മെന്റ് ചെയ്യാൻ പറയുന്നത്. എന്നെക്കാളും അന്ന് ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത് വേറൊരു പെൺകുട്ടിയാണ്, അമൃത എന്ന് പറഞ്ഞ്. ആ കുട്ടിയുടെ കാല് കഴുകി ഒരു പാത്രത്തിൽ വെള്ളം പിടിച്ചിട്ട് അതിനകത്ത് കുറെ കോയിൻസ് ഇട്ടിട്ട് എന്നോട് വാ വെച്ചെടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞപ്പം അവർ പറഞ്ഞു പറ്റില്ല, ഇവിടുത്തെ രീതിയാണ്, ചെയ്തേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞപ്പം ഈ ആര്യ എന്ന് പറഞ്ഞ പുള്ളിക്കാരിയാണ് അവിടുത്തെ സീനിയർ മാനേജർ. അവരെന്നെ മുറിയിലോട്ട് വിളിപ്പിച്ചു, കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, എനിക്ക് വീട്ടിൽ പോകണം. അങ്ങനെയാണ് എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് ഇതൊന്നും ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഹുബൈയിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല. അന്നേരം ഹുബൈയിൽ വീട്ടിൽ വയനാട് ഇവിടെ ഇതൊക്കെ അനുസരിക്കേണ്ടി വരുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ട്, ചെയ്യുന്നത്. അത് അവർക്കൊന്നും നമ്മൾ ഇവരിങ്ങനെ ചെയ്യുന്നതിനെ പറ്റി നമ്മളിങ്ങനെ അതിനെപ്പറ്റി എന്തെങ്കിലും നമ്മളവിടെ പ്രതികരിച്ചാൽ പോലും അവർക്ക് ആർക്കും അത് ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റിലുള്ള പെൺകുട്ടികളാണ് അവിടെ പലരും. ഇതിൽ പല പെൺകുട്ടികളും ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇതാണെന്ന് അവരുടെ വീട്ടുകാർക്ക് അറിഞ്ഞുകൂടാ. അവരുടെ വീട്ടുകാർക്ക് ആർക്കും ഇവിടെ ചെയ്യുന്ന വർക്ക് ഇതാണ് എന്നുള്ളത് അറിയത്തില്ല. അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഓഫീസ് വർക്കാണ്, അങ്ങനെയാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പല പെൺകുട്ടികളും ഇവിടെ വന്നേക്കുന്നത്. പക്ഷെങ്കിൽ ഇവരിവിടെ ഇതിനേക്കാളും അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് ഇവരോട് പലരും പെരുമാറുന്നത്. ശരി ശരി, വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. 10-12 വർഷമായി ഞാൻ മാധ്യമപ്രവർത്തനം നടത്തുന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് കണ്ണിന്റെ മുന്നിൽ ഇങ്ങനൊരു അനീതി ഇങ്ങനെ തുറന്നു കാണിക്കപ്പെടുന്നത് ആദ്യമായിട്ടാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സഹോദരങ്ങളുടെ പ്രായമുള്ള ചെറിയ കുട്ടികൾ ഇത്രയും വലിയ തൊഴിൽ ചൂഷണത്തിന് ഇരയാകുന്നു, മാനസികവും ശാരീരികവുമായ പീഡനത്തിന് ഇരയാകുന്നു. നമ്മളിതൊന്നും അറിയാതെ എല്ലാം വളരെ കേമമാണ് എന്ന രീതിയിൽ അഭിമാനിച്ച് മുന്നോട്ട് പോകുന്നു. ഇതിപ്പോൾ നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കപ്പെട്ട ഒരു വലിയ ചൂഷണത്തിന്റെ ചിത്രമാണ്. ഇതിൽ കൃത്യമായ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അങ്ങനെ ആളുകളെ പീഡിപ്പിച്ചും ആളുകളെ നരകിപ്പിച്ചും അധിക്ഷേപിച്ചും അപമാനിച്ചും ഉപദ്രവിച്ചും പീഡിപ്പിച്ചുമൊക്കെ ഏത് കൊട്ടാരമാണ് കെട്ടിവെച്ചിട്ടുള്ളതെങ്കിലും അതിന്റെ അടിവേര് വരെ ഇല്ലാതെ പോകേണ്ടത് ഈ സമൂഹത്തിന്റെ മനുഷ്യനാണ് എന്നതിന്റെ തെളിവിന്റെ ഒക്കെ ഒരു ആവശ്യമാണ്. വളരെയധികം നന്ദി. അത് ഒരുപാട് റിസ്ക് എടുത്താണ് നിങ്ങൾ ഇവിടെ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്തത്. അത് ഇപ്പോഴും ഈ നരകം അനുഭവിക്കുന്ന കുറേ മനുഷ്യർക്കുള്ള വിടുതലാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. ഇതിനൊരു അവസാനം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രാർത്ഥനയും.